ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴയത്ത് ഇങ്ങനെ പുതച്ച് മൂടി ഒരു ഉച്ചയോറൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന നിപ്പാണിത്. ഉച്ചയ്ക്ക് കുഞ്ഞൂസിനെ വീട്ടിൽ കൊണ്ട് വിടാൻ പോയ വഴിക്ക് കുറച്ച് വാഴയിലയും കൂടി വെട്ടിയിട്ട് വന്നു, വൈകിട്ട് ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇലയടയ്ക്കുള്ള പ്രിപ്പറേഷനൊക്കെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങളിൽ നിന്ന് ഇപ്പം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് തുടർന്നും വേണം. അതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടെല്ലാം ഇങ്ങനെ ചോദിച്ച് മേടിക്കുന്നത്. അങ്ങനെ ഇലയെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഞാൻ ഇലയുടെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ തേങ്ങയൊക്കെ ചെറുകി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കരപ്പാനി ഇനി ഒന്നതായി വരുമ്പോഴേക്കും ഒന്ന് അരിച്ചെടുക്കണം. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഇലയുടെ ഉണ്ടാക്കുന്നത്. ഇലയുടെ മാത്രമല്ല കേട്ടോ, ഇത് വെച്ച് പുട്ടുണ്ടാക്കാനും സൂപ്പറാണ്. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കിയാൽ അത്രയ്ക്ക് അങ്ങ് പോരാ, നല്ല മരം പോലെ ഇരിക്കും. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് എന്നിട്ട് പിന്നെ വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഇളകി ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോഴേക്കും മാറ്റി വെച്ചു. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവങ്ങ് നല്ലപോലെ ഇലയിലേക്ക് പരത്തി കൊടുക്കണം. ഞാൻ ഇലയുടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ, വേണ്ടവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഇലയുടെയൊക്കെ അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ട പണികളല്ലേ അല്ലേ. പിന്നെ ഇതും കഴിഞ്ഞ് പാത്രം കഴുകാനും കാണും കുറേ. എല്ലാം കൂടി ഓർക്കുമ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള മൂഡ് അങ്ങ് പോയി കിട്ടും. എന്നാലും മക്കൾക്കും ലിജോട്ടനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നോർത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും അച്ഛനും അമ്മയ്ക്കും അനുവിനും കൂടി ഉള്ളത് ഉണ്ടാക്കും. അവിടെ ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഞങ്ങൾക്കിടയിലുണ്ട്. അതൊക്കെയല്ലേ ജീവിതത്തിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഇലയുടെ എല്ലാം കൂടി പരത്തി മടക്കി ചുരുട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനിടയിലായിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. ആവി പെട്ടെന്ന് മുകളിലേക്ക് എല്ലായിടത്തും ആവി എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ അട ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ലിജോട്ടൻ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാവോ? ബാക്കി വന്ന് തേങ്ങ ശർക്കരയും തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.